ദേശീയ പ്രതിരോധ നയം അല്ലെങ്കിൽ രേഖ അല്ലെങ്കിൽ ഡോക്ട്രിൻ എന്നൊക്കെ പറയാവുന്ന ഒരു ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തത്വം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായും പ്രതിരോധ മേഖലകളിൽ നമുക്ക് വലിയ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട്, വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നയതന്ത്രങ്ങളിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നയതന്ത്രത്തിൽ പലതിലും പിഴവുകൾ വന്നിട്ടുണ്ട്. ചില വിഷയങ്ങളിലൊക്കെ നമ്മുടെ സമീപനം ലോകരാജ്യങ്ങളുടെ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആഭ്യന്തരമായ സുരക്ഷ പലപ്പോഴും നടക്കാറില്ല. പല കാരണങ്ങളിൽ ആഭ്യന്തര സുരക്ഷ, പ്രത്യേകിച്ച് ഒരുപാട് ജാതിയിലും മതത്തിലും പെട്ട നാനാജാതി മതത്തിലും പെട്ടവർ താമസിക്കുന്നവർ, ന്യൂനപക്ഷം സംഘടിതമായി താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട്, ഭൂരിപക്ഷം സംഘടിതമായി താമസിക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ ചെറിയ കാര്യം കൊണ്ട് തന്നെ വലിയ കലാപങ്ങൾ പലപ്പോഴും പൊട്ടിപ്പുറപ്പെടാറുണ്ട്. പിന്നെ ദളിത് ആദിവാസികളുടെ മേഖല ധാരാളമുണ്ട്. നെക്സലൈറ്റുകൾ പോലുള്ള അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ പോലുള്ളവരുടെ മേഖലയുണ്ട്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ വൈവിധ്യമാണ്. ഈ വൈവിധ്യത്തിനിടയിൽ വലിയ സംഘർഷമാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ആഭ്യന്തരമായ സുരക്ഷ, ബോംബെ ആക്രമണം നടന്നു, അത് കസബ ആക്രമണം നടന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കുന്ന നടന്നു, പിന്നെ കോയമ്പത്തൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി. അത് പഴയ കഥയാണ്. എങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. പല രൂപത്തിലുള്ള ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നു. പിന്നെയാണ് സൈബർ സുരക്ഷ. വ്യക്തികളുടെ സൈബർ ലോകത്തെ സുരക്ഷ വളരെ പ്രധാനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഈ സൈബർ ലോകത്തെ സുരക്ഷ വളരെ പ്രധാനമാണ്. ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് ആവശ്യമുണ്ട്. ഊർജത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു സുരക്ഷയിലേക്ക് പോകണം. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ നമുക്ക് ലിഖിതമായ എഴുതപ്പെട്ട ഭരണഘടനയൊക്കെ പോലെ കൃത്യമായ ഒരു മാഗ്ന കാർട്ട നമുക്കില്ല എന്നുള്ളതൊരു പരിമിതി തന്നെയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുണ്ട് നമുക്ക്, അജിത് ഡോവൽ. അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ സമിതിയൊക്കെ ഉണ്ട്, പ്രധാനമന്ത്രി ചെയർമാനായിട്ടുള്ള സമിതിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു പ്രശ്നം വരുമ്പോൾ കൂടിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ലാതെ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴും നമ്മൾ അങ്ങനെ ഓരോ സമയത്തും ഇത് നമ്മൾ പറഞ്ഞു പോകുന്നതല്ലാതെ വളരെ കൃത്യമായ ഒരു പ്രോട്ടോക്കോൾ, പ്രത്യേകിച്ച് സുനാമി വന്നപ്പോൾ നമ്മൾ 2005 സുനാമി വന്ന് വലിയ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി വരുന്നത്. അത് എല്ലാ സ്റ്റേറ്റിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റികൾ വന്നു. വലിയ തോതിൽ അത് നമുക്ക് സഹായകമായി. എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും അത് ഇന്നിപ്പം ഒരുപാട് രീതിയിലാണ് ജനങ്ങൾക്ക് അത് സഹായം കിട്ടുന്നത്. അതുപോലെ ദേശീയ സുരക്ഷാ തത്വം, നാഷണൽ സെക്യൂരിറ്റി ഡോക്ട്രിൻ എഴുതി തയ്യാറാക്കാൻ പോവുകയാണ്. അത് എഴുതി തയ്യാറാക്കുന്ന സമിതിയുടെ റിപ്പോർട്ട് ആയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. പിന്നെ അത് പാർലമെൻറ്റിലും അസംബ്ലികളിലൊക്കെ ചർച്ച വരുമോ, ആ തത്വങ്ങൾക്കനുസരിച്ചുള്ള ചട്ടങ്ങളും നയങ്ങളും സംവിധാനങ്ങളും രാജ്യത്ത് ഇന്ത്യയിലും തലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലുമൊക്കെ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും നാഷണൽ സെക്യൂരിറ്റി ഡോക്ട്രിൻ, ദേശീയ സുരക്ഷാ തത്വം വരാൻ പോകുന്നു. പ്രതിരോധാഭ്യന്തര നയതന്ത്ര സൈബർ സാമ്പത്തിക ഊർജ മേഖലകളിലെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൗരന്മാരുടെ ജീവനും സ്വത്തിനും കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നതിനുമുള്ള വളരെ ഗൗരവമുള്ള ഒരു തത്വമാണ് വരാൻ പോകുന്നത്. അത് വരട്ടെ. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാം.